ഹായ് വെൽക്കം ടു സ്മാർട്ട് ഫോളിയോ. ബേസിക് ടു പ്രോ ലെവൽ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ചാപ്റ്റർ നമ്പർ 3 ഇപ്പോൾ നമ്മളുള്ളത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ കുറേ റേഷ്യോസ് പഠിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന് മുമ്പത്തെ ചാപ്റ്റർ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ മുമ്പുള്ള 1ഉം 2ഉം മസ്റ്റായിട്ട് കണ്ടുങ്ങാണ്ട് അതൊരു കണ്ടിന്യൂവേഷനിൽ തന്നെ കണ്ടുവരണം. അപ്പോഴേ നിങ്ങൾക്കിത് എല്ലാ കാര്യങ്ങളും ശരിക്കും മനസ്സിലാവുകയുള്ളൂ കേട്ടോ. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് റേഷ്യോസ്, PE റേഷ്യോ, അതേപോലെ തന്നെ EPS, ROE, ROCE, പിന്നെ കറണ്ട് റേഷ്യോ, അങ്ങനെ ഡെപ്റ്റ് ടു ഇക്വിറ്റി, അങ്ങനെയുള്ള കുറച്ച് റേഷ്യോസ് കാര്യങ്ങളെല്ലാം പഠിച്ചു. ഇനി അതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻസ് ആയിട്ട് കുറച്ച് റേഷ്യോസും കൂടി ഇനി ബാലൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കുറച്ച് റേഷ്യോസും കൂടി നോക്കാനുണ്ട്. അപ്പോൾ ആ ഒരു റേഷ്യോയും കൂടി നമുക്ക് നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ടൊക്കെ പോവാം. ഇനി അടുത്തൊരു റേഷ്യോ വരുന്നതാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ICR, എ ഡെപ്റ്റ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ യൂസ്ഡ് ടു ഡിറ്റർമൈൻ ഹൗ ഈസിലി എ കമ്പനി ക്യാൻ പേ ഇൻട്രസ്റ്റ് ഓൺ ഇറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ് ഡെബിറ്റ്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോന്റെ സംഖ്യ എത്രയാണോ ആ ഒരു സംഖ്യ കമ്പനി ഏൺ ചെയ്യുമ്പോൾ കമ്പനി ₹1 ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. മനസ്സിലായോ? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എത്രയാണോ ആ സംഖ്യ കമ്പനി ഏൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിട്ട് എടുക്കുമ്പോൾ ഏൺ ചെയ്യുന്ന സമയത്ത് ₹1 കമ്പനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാണ്ട് അടുത്തത് വരുന്നത് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ, എ റേഷ്യോ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് എ കമ്പനീസ് ഫൈനാൻഷ്യൽ ലീവറേജ് ആൻഡ് ഈസ് calculated by dividing a company's total liability by its shareholder equity. Debt to equity ratio എപ്പോഴും 1ൽ കുറവായിരിക്കണം. 1ൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഷെയറിന്റെ വാല്യൂവിനേക്കാളും കൂടുതൽ ഡെപ്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 0.5ലോ അല്ലെങ്കിൽ 0.5ലും താഴെ ഉള്ള ഒരു റേഷ്യോയിലുള്ള ഒരു സ്റ്റോക്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ അതേപോലെ തന്നെ ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ, the total amount of debt a company has relative to its assets. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോയും അതും എപ്പോഴും നമുക്ക് 1ൽ താഴെ ആയിരിക്കണം. 1ൽ താഴെ അല്ല എന്നുണ്ടെങ്കിൽ 1ൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഡെപ്റ്റ് അസറ്റിനേക്കാളും കൂടുതലാണ്. കമ്പനിയുടെ അസറ്റിനേക്കാളും കൂടുതൽ കമ്പനിക്ക് ഡെപ്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഈ റേഷ്യോസ് ഒക്കെ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു കമ്പനി നമുക്ക് വാങ്ങണോ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണ്ടേ എന്നുള്ളതൊക്കെ നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തത് പ്രൈസ് ടു ബുക്ക് വാല്യൂ, PBV എപ്പോഴും ചെറിയ സംഖ്യ ആയിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എ കമ്പാരിസൺ ഓഫ് ഫേംസ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ടു ഇറ്റ്സ് ബുക്ക് വാല്യൂ. അപ്പോൾ അതിന്റെ വാല്യൂ ചെറിയൊരു വാല്യൂ ആയിരിക്കണം. വാല്യൂ എപ്പോഴും കുറഞ്ഞ വാല്യൂ ഉള്ള PBV എപ്പോഴും കുറഞ്ഞിരിക്കുന്നതാണ് നല്ലൊരു സ്റ്റോക്ക്. അതേപോലെ തന്നെ ബുക്ക് വാല്യൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ക്യാപിറ്റൽ മൈനസ് ടോട്ടൽ ഡെപ്റ്റ്സ് എന്നുള്ളതാണ് ബുക്ക് വാല്യൂവിന്റെ ഒരു റേഷ്യോ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫിക്സഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ ബെസ്റ്റ്, കൂടുന്നതാണ് നല്ലത്. ആ ഒരു റേഷ്യോ നല്ല കൂടിയ സംഖ്യയാണ് ഏറ്റവും ബെസ്റ്റ് വരുന്നത്. ടോട്ടൽ അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ, ടേൺ ഓവർ റേഷ്യോയും അതേപോലെ തന്നെ കൂടുന്നതാണ് നല്ലത്. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്നുള്ളതും കൂടിയതാണ് ബെസ്റ്റ്. ഈ കൂടിയതാണെന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ള കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതിനാണോ കൂടുതലായിട്ട് വരുന്നത് ആ കമ്പനി ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് സാരം. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ അതും കൂടുന്നതാണ് നല്ലത്. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ, അതേപോലെ തന്നെ ഇൻവെന്ററി നമ്പർ ഓഫ് ഡേയ്സ് വരുന്നുണ്ട്. ഇൻവെന്ററി നമ്പർ ഓഫ് ഡേയ്സ് കുറയുന്നതാണ് നല്ലത്. ശ്രദ്ധിക്കണം, ഇൻവെന്ററി നമ്പർ ഓഫ് ഡേയ്സ് കുറയുന്നതാണ് ഒരു നല്ല കമ്പനിയുടെ ലക്ഷണം. അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ എപ്പോഴും കൂടുന്നതാണ് നല്ലത്. അതേ സ്ഥാനത്ത് ഡേ സെയിൽസ് ഔട്ട്സ്റ്റാൻഡിങ് DSO എന്നുള്ളത് കുറയുന്നതാണ് നല്ലത്. അതാണ് ഒരു നല്ല കമ്പനിക്ക് എപ്പോഴും ഡേ സെയിൽസ് ഔട്ട്സ്റ്റാൻഡിങ് റേഷ്യോ കുറവായിരിക്കും. അപ്പം ഏകദേശം ഇത്രയൊക്കെയാണ് നമുക്കുള്ള റേഷ്യോസും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇത്രയും റേഷ്യോ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചല്ലോ. ഇനി നമുക്ക് ഒരു സ്റ്റോക്കിനെ നമ്മൾ ഫണ്ടമെന്റലി അനലൈസ് ചെയ്ത് നോക്കാം. ഈ ഒരു ഫണ്ടമെന്റലി അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് screener.com എന്ന ഒരു
സൈറ്റാണ്. അപ്പം നേരെ നമുക്ക് ഗൂഗിളിൽ പോവാം. ഗൂഗിളിൽ പോയിട്ട് സ്ക്രീനർ ഇവിടെ തന്നെ വന്ന് നിങ്ങൾക്ക് screener.in എന്നുള്ള ഒരു സൈറ്റിൽ പോവാം. അതിൽ നേരെ സ്റ്റോക്ക് സ്ക്രീനർ ആൻഡ് ഫണ്ടമെന്റൽ അനാലിസിസ് ടൂൾ എന്നുള്ള ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ആ ഒരു സൈറ്റിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഈ ഒരു കോളത്തിലാണ് നമ്മൾ ഒരു കമ്പനിയുടെ പേര് അടിച്ചു കൊടുക്കുക. നമ്മളിപ്പം ഏത് സ്റ്റോക്കാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഓക്കെ, എനിക്ക് തോന്നുന്നു നമുക്കൊരു കല്യാൺ ജ്വല്ലേഴ്സ് അടിച്ചു നോക്കാം. ഓക്കെ, കല്യാൺ ജ്വല്ലേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്. ഓക്കെ, ഇത് ഞാൻ പ്രത്യേകം പറയുന്നത് ഇതൊരു കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഒന്നും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി നമുക്ക് ഇതിന്റെ വാല്യൂസ് ഒന്ന് നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഈ ഒരു ഇത് വന്നു. നമുക്ക് കല്യാൺ ജ്വല്ലേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്, BSEയിലത്, അതേപോലെ NSEയിലെ കല്യാൺ KGL ഒക്കെ നമ്മൾ കണ്ടു. ഓക്കെ, ഇനി ഇതിന്റെ വേറൊരു കാര്യം നമ്മൾ നോക്കാനുള്ളത്, ഇപ്പം ഇതിൽ തന്നെ എൻ്റെ ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരുപാട് വാല്യൂസ് കാണാൻ സാധിക്കും. ഒരു പക്ഷെ നിങ്ങളെ സ്ക്രീനറിൽ അത് ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഈ എഡിറ്റ് റേഷ്യോസ് എന്ന് പറയുന്ന ഒരു ഏരിയ കണ്ടില്ല നിങ്ങൾ, ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇത് വരുന്നുണ്ട്. ഇതിൽ ഈ ഒരുപാട് ബോക്സുകൾ കണ്ടല്ലോ, ഈ ബോക്സുകളൊക്കെ ഞാൻ കുറച്ച് ബോക്സുകളിൽ ഞാൻ ടിക്ക് ചെയ്തിട്ടുണ്ട്, അധികം ബോക്സുകളിൽ ഞാൻ ടിക്ക് ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ള, ഇപ്പം നമ്മൾ പഠിച്ച പല റേഷ്യോസും ഞാൻ ടിക്ക് ചെയ്തിട്ടില്ല ഓൾറെഡി. പക്ഷെ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് ഇതെല്ലാം ടിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സേവ് കീക്ക് റേഷ്യോസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഇതെല്ലാം നമുക്ക് മുന്നിൽ കിട്ടും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കല്യാൺ ജ്വല്ലേഴ്സിന്റെ മാർക്കറ്റ് ക്യാപ്പ്, ഇതിന്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ് വരുന്നത്? 49,469 crores ആണ് വരുന്നത്. കറന്റ് പ്രൈസ് എത്രയാണ് വരുന്നത്? 480. ഹൈ ലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 52 വീക്ക് ഹൈ. എന്നാൽ മുമ്പുള്ള 52 വീക്ക് ഏത് ഡേറ്റിനാണോ നമ്മൾ നോക്കുന്നത്, ആ ഡേറ്റ് മുതൽക്ക് 52 വീക്ക് ബാക്കിലോട്ട് ഉള്ള ആ ഒരു കാലയളവിൽ ഈ സ്റ്റോക്ക് പോയ ഏറ്റവും കൂടിയ റേറ്റും കുറഞ്ഞ റേറ്റും ആണിത്. അപ്പം 450 രൂപ വരെ മുകളിലോട്ടും 140 രൂപ താഴോട്ടും പോയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്റ്റോക്ക് PE നമ്മൾ കണ്ടല്ലോ, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് PE എത്രയാ വരുന്നത്? 83 എന്നുള്ളത് നമ്മൾ എത്രയായിരുന്നു? ഏറ്റവും സ്റ്റോക്കിന്റെ PE എത്രയായിരിക്കണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്? PE എപ്പോഴും കുറഞ്ഞിരിക്കണം എന്നായിരുന്നു പറഞ്ഞിരുന്നത് അല്ലെ? ഓക്കെ, ഇനി ഇതിന്റെ തന്നെ ഞാൻ ഇവിടെ ഇൻഡസ്ട്രി PE കൊടുത്തിട്ടുണ്ട്. ഇൻഡസ്ട്രി PE വരുന്നത് 25 ആണ്. ഇൻഡസ്ട്രി PEനേക്കാളും സ്റ്റോക്കിന്റെ PE കുറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ? ഓക്കെ, ഇവിടെ 83 ആണ് കാര്യങ്ങൾ. ബുക്ക് വാല്യൂ വരുന്നത് 40.7 ആണ്. 40.7 ആണ് ബുക്ക് വാല്യൂ വരുന്നത്. പക്ഷെ കറന്റ് പ്രൈസ് വരുന്നതോ 480 റുപ്പീസ് ആണ്. അപ്പം ബുക്ക് വാല്യൂയുടെ റേഷ്യോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബുക്ക് വാല്യൂ മീൻസ് ടോട്ടൽ ക്യാപിറ്റൽ മൈനസ് ടോട്ടൽ ഡെപ്റ്റ്. പിന്നെ വരുന്നത് ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞാൽ ഇത് ഓരോ വർഷത്തിൽ കൊടുക്കുന്ന ഡിവിഡൻഡിന്റെ ശതമാനം, അതാണ്. ഇത് ഏകദേശം 0.11% ഡിവിഡൻഡ് ഈൽഡ് ആണ് ഇതിനുള്ളത്, ഈ ഒരു കല്യാൺ ജ്വല്ലേഴ്സിനുള്ളത്. പിന്നെ വരുന്നത് ROCE നമ്മൾ പഠിച്ചു, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നാൽ 13.4. ROE വരുന്നത് 15.2. ഇന്നലത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ROCയും ROEയും അടുപ്പിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് ഫാർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ഇത് ഏകദേശം രണ്ടും അടുത്തുള്ള ലെവലുകൾ തന്നെയാണ്. ROE ഏകദേശം 15 ഉണ്ട്. നമ്മൾ അന്ന് 20 ആയിരുന്നു പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ പഠിച്ചിരുന്നത്, 20. പക്ഷെ 15 മുതൽക്ക് മുകളിലോട്ട് എന്നായിരുന്നു. അപ്പം ROE 15 ഉണ്ട്. ഏകദേശം ROCE 13 ആണുള്ളത്. ഓക്കെ, പിന്നെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റോക്കിനും ഉണ്ടാകുന്ന ഒരു ഫേസ് വാല്യൂ ഉണ്ട്. അത് ഫേസ് വാല്യൂ 10 ആണ് ഇതിനുള്ളത്. ഇനി ഇത് സ്പ്ലിറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഫേസ് വാല്യൂ കുറയും. പിന്നെ ക്വാർട്ടർലി പ്രോഫിറ്റ് ഗ്രോത്ത് ആണ് 50% വരുന്നത്. ക്വാർട്ടർലി സെയിൽസ് ഗ്രോത്ത് ആണ് 34.1 വരുന്നത്. പ്രൈസ് ടു ഏർണിംഗ് 83 ആണ്. നമ്മളിവിടെ തന്നെ പഠിച്ചു PE, പ്രൈസ് ടു ഏർണിംഗ്. പിന്നെ ഡെപ്റ്റ് ടു ഇക്വിറ്റി 1.07 ആണ്. അപ്പം ഡെപ്റ്റ് ടു ഇക്വിറ്റി നമ്മൾ എന്താ പറഞ്ഞത്? 1.5 താഴെയാണ് ഏറ്റവും ബെസ്റ്റ്. 1 താഴെ ആയിരിക്കണം. പക്ഷെ അത് 1 ഇത്തിരി കൂടുതലാണ്. അപ്പം അത്യാവശ്യത്തിന് കടമുണ്ട് ഈ ഒരു കമ്പനിക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാം. EPS 5.80 ആണ്. EPS എന്ന ഏർണിംഗ് പെർ ഷെയർ. EPS മീൻസ് നമുക്ക്
ഒരു ഷെയറിന്റെ പ്രൈസ് ഉണ്ടാക്കുന്ന ഏർണിങ്സ് ആണ് അത് 580 ആണ്. കാരണം 480 എന്നുള്ളത് ഉണ്ടാക്കുന്ന ഒരു ഏർണിംഗ് ആണ് 580. 480 റുപ്പീസിന്റെ ഏർണിങ്സ് ആണ് 5.80 റുപ്പീസ്. പിന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ്, അത് നമുക്ക് അങ്ങോട്ട് താഴോട്ടേക്ക് വരാം, ഞാൻ പറയാം. പ്രൊമോട്ടർ ഹോൾഡിംഗ് 60.6% വരുന്നുണ്ട്. പ്ലഡ്ജഡ് പെർസെൻറ്റേജ് ഒന്നുമില്ല, കാരണം ഈ പ്രൊമോട്ടർ ഹോൾഡിംഗ് പ്ലഡ്ജ് ചെയ്തിട്ടില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു റേഷ്യോ ആണ് കേട്ടോ. റേഷ്യോ അല്ലെങ്കിൽ ഒരു കാര്യമാണ്. ഈ പ്രൊമോട്ടർ ഹോൾഡിംഗ് അവർ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ആ ഒരു കമ്പനിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിരിക്കും കുറച്ചൊരു നല്ലത്. ഇൻഡസ്ട്രി പി ഞാൻ പറഞ്ഞ 25.2 ആണ് ഇൻഡസ്ട്രി പി. അപ്പം എപ്പോഴും ആ ഒരു ഇൻഡസ്ട്രി പിന്നേക്കാളും കുറവായിരിക്കുന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ പി ഇൻഡസ്ട്രി പിന്നേക്കാളും കുറവായിരിക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, കറന്റ് പ്രൈസ് നമ്മൾ ഫേസ് വാല്യൂ 10 നമ്മൾ നേരത്തെ പറഞ്ഞു. റിട്ടേൺ ഓൺ അസെറ്റ്സ് 5.07 ആണ് വരുന്നത്. ബുക്ക് വാല്യൂ 4.7 നമ്മൾ പറഞ്ഞു. FII ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഹോൾഡിംഗ് 21.1%. DIIS എന്ന് പറയുമ്പോൾ DIIS ഇന്ത്യയിലെ തന്നെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. LIC അതേപോലെയുള്ള ഈ ഒരു മ്യൂച്വൽ ഫണ്ടുകൾ ഇതൊക്കെയാണ് ഈ DIIS വരുന്നത്. അത് 11% ഹോൾഡിംഗ് ഉണ്ട്. പിന്നെ സെയിൽസ് ഗ്രോത്ത് 31.8% ആണ് വരുന്നത്. പ്രോഫിറ്റ് ഗ്രോത്ത് 30.8. അപ്പം ഈ നമുക്ക് എല്ലാ റേഷ്യോസും നമുക്ക് പോസിറ്റീവിൽ കിട്ടുന്ന ഒരു കമ്പനി ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം നമുക്ക് മാക്സിമം റേഷ്യോസ് നോക്കിയിട്ട് അതിന്റെ ഒരു ഏറ്റവും കൂടുതൽ റേഷ്യോസ് പോസിറ്റീവ് ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. എന്നിട്ട് കുറച്ച് നെഗറ്റീവും ബാക്കിയെല്ലാം പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു കമ്പനി ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ താഴോട്ട് പോകുന്ന സമയത്ത് ഇതിന്റെ ഗ്രോത്തിന്റെ പ്രൈസ് കഴിഞ്ഞ ഇവിടെ നോക്കിക്കാണെങ്കിൽ പ്രൈസിന്റെ അവർ കഴിഞ്ഞ 2023 മുതൽ ഇതുവരെയുള്ള ഒരു പ്രൈസിന്റെ ഗ്രോത്ത്, പിന്നെ അതേപോലെ ഇനിയിപ്പോ പി റേഷ്യോന്റെ ഗ്രോത്ത് കാണുന്നുണ്ടെങ്കിൽ അതാണ് അതിന്റെ ഗ്രാഫാണ് ഈ കാണിക്കുന്നത്. പിന്നെ ഓക്കെ, ഇനി അത് കഴിഞ്ഞ ശേഷം ഇതിനെ തന്നെ പ്രോസ് അതേമാതിരി കോൺസ്. ഈ ഒരു സ്റ്റോക്കിന്റെ പ്രോസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കമ്പനി ഈസ് എക്സ്പെക്ടഡ് ടു ഗിവ് ഗുഡ് ക്വാർട്ടർ. Okay, company has delivered good profit growth of 176% CAGR over the last 5 years. ഇതൊരു വളരെ നല്ല ഒരു ഇതാണ്. കാരണം കഴിഞ്ഞ 5 വർഷത്തിന് 176 പോയിന്റ് CAGR 5 വർഷത്തിന്. അപ്പം 5 വർഷത്തിന് 176 എന്ന് പറയുമ്പോൾ ഏകദേശം 180 വരികയാണെങ്കിൽ തന്നെ ഏകദേശം 30%, 30 അല്ല ശരിക്കും 40 ഉണ്ടാവില്ല. അപ്പം ഏകദേശം ഒരു 35% ഒക്കെ നമുക്ക് ആവറേജ് പെർ ഇയർ ഗ്രോത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല ഒരു ഇതാണ്. അതേപോലെ തന്നെ കമ്പനീസ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഹാവ് റെഡ്യൂസ്ഡ് ഫ്രം 122 days to 96. ഇതും വളരെ നല്ലൊരു ഇതാണ്. കാരണം നമ്മൾ നേരത്തെ റേഷ്യോ പഠിച്ചിട്ട് പറഞ്ഞു. കാരണം നമ്മൾ കമ്പനി വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സിൻ്റെത് എപ്പോഴും കുറഞ്ഞിരിക്കണം. അത് ആദ്യം 122 ഡേയ്സിൽ നിന്നും ഇപ്പോൾ 96 ഡേയ്സ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ കോൺസിൽ എന്തൊക്കെയാണുള്ളത്? സ്റ്റോക്ക് ഈസ് ട്രേഡിംഗ് അറ്റ് 11.3 times ഓഫ് ഇറ്റ്സ് ബുക്ക് വാല്യൂ. കാരണം ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ആ ബുക്ക് വാല്യൂന്റെ 11 മടങ്ങിലധികം പ്രൈസിലാണ്. അപ്പം ഓവർ വാല്യൂ ആണോ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. കമ്പനി ഹാസ് എ ലോ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഓഫ് 12.4% ഓവർ ദ ലാസ്റ്റ് 3 years. എന്നത് കമ്പനി മൈറ്റ് ബി ക്യാപിറ്റലൈസിങ് ദ ഇൻട്രസ്റ്റ് കോഴ്സ്. കമ്പനി പിന്നെ വരുന്നത് നമുക്ക് പിയർ കമ്പാരിസൺ ആണ് വരുന്നത്. പിയർ കമ്പാരിസൺ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെയാണ് നമ്മൾ ആ ഒരു ഇൻഡസ്ട്രിയിൽ വരുന്ന ഒത്തിരി കമ്പനികളുണ്ട്. ആ ഒരു കമ്പനികളുടെ ഓരോന്നും ഇപ്പൊ ഇത് കറന്റ് മാർക്കറ്റ് പ്രൈസ് ആണ് വന്നിരിക്കുന്നത്, ഇത് PE റേഷ്യോസ് ആണ് വന്നിരിക്കുന്നത്, ഇത് മാർക്കറ്റ് ക്യാപ്പ് ആണ്, ഇത് ഡിവിഡൻഡ് ഈൽഡ് ആണ്, ഇത് നെറ്റ് പ്രോഫിറ്റ് ലാറ്റസ്റ്റ് ക്വാർട്ടർ പെർസെൻറ്റേജ് എല്ലാം ഇതാണ് വരുന്നത്. ക്രോഡ്സിലാണ് ഈ വന്നിരിക്കുന്നത്. ഇത് അതേപോലെ തന്നെ ക്വാർട്ടർ പ്രോഫിറ്റ് ഗ്രോത്ത് ആണ് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത്. സെയിൽസ് ക്വാർട്ടർ, ROCE, ഇൻഡസ്ട്രിയൽ പി ആണ് ഈ വന്നിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. ഈ രാജേഷ് എക്സ്പോർട്സിന്റെ PE 24 ആണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഇൻഡസ്ട്രിയൽ PE വന്നിരിക്കുന്നത് 25 ആണ്. അപ്പൊ 25നേക്കാളും കുറവാണ് ഈ രാജേഷ് എക്സ്പോർട്സിന്റെ PE വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമുക്ക് മറ്റുള്ള കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ആ ഒരു കമ്പാരിസൺ, പിയർ കമ്പാരിസൺ ആണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്.
ഓക്കെ, ഇനി ഞാൻ പെട്ടെന്ന് പോകുന്ന വീഡിയോ ലെങ്തി ആവണ്ടെന്ന് കരുതിയിട്ടാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ടീമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റ ഐ ഡി ഉണ്ട്, അതേപോലെ തന്നെ വാട്സപ്പ് ഉണ്ട്, എല്ലാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ക്വാർട്ടർലി റിസൾട്ട്സിന്റെ റിസൾട്ടിന്റെ റിപ്പോർട്ടാണ് ഈ വന്നിരിക്കുന്നത്. ഇത് സെയിൽസ് മാർച്ച് 2020 സെയിൽസ് വന്നത്, അതേപോലെ തന്നെ എക്സ്പെൻസസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പം ഇത് ഓരോ ക്വാർട്ടറിൽ മുന്നോട്ട് പോകുന്നതോറും ഇതിന്റെ ഗ്രോത്തും കൂടെ ഇൻക്രീസ് ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പം നമ്മൾ ഒരു നല്ല കമ്പനിയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എസ്പെഷ്യലി സെയിൽസിൽ നല്ല ഗ്രോത്ത് വരണം, അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നല്ല ഗ്രോത്ത് വരണം. അപ്പോൾ അങ്ങനെയൊക്കെ ഈ ഗ്രോത്ത് വരുമ്പോഴാണ് നമ്മൾ ഈ കമ്പനി വളരുന്നുണ്ട് അല്ലെങ്കിൽ മുകളിലോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിന്, അതർ ഇൻകം, ഇൻട്രസ്റ്റ് ഒക്കെ കുറവാണ് വരേണ്ടത്. പിന്നെ ഡിപ്രിസിയേഷന്, പിന്നെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, PBT ഒക്കെ നല്ലൊരു ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. കാരണം എന്താ 90, 150, 178 ക്വാർട്ടറിലാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ നെറ്റ് പ്രോഫിറ്റ്, EPS ഇൻ RS. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഒരു ഇതാണ് വരുന്നത്. ഇത് ഇയർലി ആണ് വരുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇത് കൺസോളിഡേറ്റഡ് ഫിഗർ RS. ഇത് 2018, 19, 20, 21, 22, 23, 24 വരെയൊക്കെ സെയിൽസ് വരുന്നുണ്ട്. സെയിൽസിൽ വരുന്നത് ഇതിലെല്ലാം ഗ്രോത്ത് നമ്മൾ കാണണം കേട്ടോ. സെയിൽസിലൊക്കെ കാണുന്നത് 2021 മുതലേക്ക് നോക്കാം 8573, പിന്നെ 10818, പിന്നെ 14070, പിന്നെ 18. അപ്പം സെയിൽസിൽ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് നല്ല ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അതേപോലെ എക്സ്പെൻസസ് കുറയാണ് വേണ്ടത്. ഓക്കെ, വാട്ട് എവർ. പക്ഷെ കാലങ്ങൾ കൂടുന്നതിനനുസരിച്ച് ഇങ്ങോട്ട് സെയിൽസ് ഗ്രോത്ത് കൂടുമ്പോഴേ ഓട്ടോമാറ്റിക്കലി എക്സ്പെൻസും കൂടും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടില്ല 799 ആയിരുന്നു 20, പിന്നെ 624, ഒത്തിരി കുറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്യണം. പിന്നെ 2022 853 ആണ്. പിന്നെ 2023 1165 crore. പിന്നെ വന്നത് 2024 1313 ആണ്. അപ്പം ഏകദേശം ഇതിലും നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് 1 by 1 ആയിട്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. ഈ അതർ ഇൻകം, ഇൻട്രസ്റ്റ്, ഡിപ്രിസിയേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ നോക്കണം. ഇതിലെല്ലാം ഗ്രോത്ത് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഇതാണ് പിന്നെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത്, പിന്നെ കോമ്പൗണ്ടഡ് പ്രോഫിറ്റ് ഗ്രോത്ത്, സ്റ്റോക്ക് പ്രൈസ്, CAGR, റിട്ടേൺ ഓൺ ഇക്വിറ്റി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് ബാലൻസ് ഷീറ്റിൽ ഇക്വിറ്റി. ഇതും അതേപോലെ 2018, 19, 20 വർഷത്തിലെ ആനുവൽ റിപ്പോർട്ടാണിത്. ഇതിൽ ഇക്വിറ്റി, ക്യാപിറ്റൽ, റിസർവ് എത്ര ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ വരുന്നത്. അതേപോലെ തന്നെ പ്രിഫറൻസ് ക്യാപിറ്റലൊക്കെ, ബോറോവിങ്സ്, കമ്പനിയുടെ കടങ്ങൾ എത്രയുണ്ട് അത് പിന്നെ അതർ ലിയാബിലിറ്റീസ് വരുന്നത്, ടോട്ടൽ ലിയാബിലിറ്റി എത്രയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. കാരണം എപ്പോഴും നമ്മൾ റിസർവിനേക്കാളും കുറവാണ് ബോറോവിങ്സ് വരുന്നതെങ്കിൽ വളരെ ബെറ്റർ ആണ്. ഇത് 3159 കോടിയാണ് റിസർവ് വരുന്നത്. പക്ഷെ ബോറോവിങ്സ് വരുന്നത് 4450 ആണ്. അപ്പൊ കൂടുതലാണ് കുറച്ച്. പിന്നെ ഫിക്സഡ് അസറ്റ്സിന്റെ വാല്യൂ വരുന്നത് കൂടി വരുന്നുണ്ട് അല്ലേ. 2890 മുമ്പ് കുറച്ച് 2019 2020 കുറച്ച് കൂടുതലുണ്ടായിരുന്നു. പക്ഷെ 2021 കുറച്ച് കുറഞ്ഞു. പക്ഷെ 2022 വീണ്ടും കൂടി. 2023 വീണ്ടും ഒരു ഇത്തിരി കുറഞ്ഞു. പക്ഷെ 2024 ആയപ്പോൾ നല്ല രൂപത്തിൽ തന്നെ കൂടിയിട്ടുണ്ട് ഫിക്സഡ് അസറ്റ്സിൻ്റെത്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമുക്ക് ക്യാഷ് ഫ്ലോസിന്, ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് വരുന്നതാണ്. ഇതിൽ നിന്നും നമുക്ക് ശരിക്കും നല്ല ഫ്ലോ വരണം. അഥവാ അതേപോലെ തന്നെ ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഈ കമ്പനി വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്നുള്ള ഏർണിങ്സ് ആണ്, ക്യാഷ് ആണ് ഉദ്ദേശിക്കുന്നത്. ക്യാഷ് ഫ്രം ഫൈനാൻസിങ് ആക്ടിവിറ്റി വരുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വരുന്നത് കുറച്ച് റേഷ്യോസ് ആണ് വരുന്നത്. ഡിബറ്റർ ഡേയ്സും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻവെന്ററി ഡേയ്സ് ഒക്കെ നമുക്ക് കുറഞ്ഞു വരുന്നത്. ഇവിടെ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 208, 200, 205, 272 വരെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ 232, 216, ഇപ്പൊ 191 കറന്റിലുള്ളത്. ഡേയ്സ് പേയബിൾ അതേപോലെ തന്നെ അതിൽ ചെറിയ വേരിയേഷൻസ് വന്നിട്ടുണ്ട്, എന്നാലും വലിയ വേരിയേഷൻസ് ഒന്നുമില്ല. പിന്നെ ROC നമുക്ക് നോക്കാം 7, 11, 7, 9, 13. 2021 7 ആയിരുന്നു, 22 9, പിന്നെ 13 ആയി. പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്ന പ്രൊമോട്ടേഴ്സ് ആണ്. എല്ലാ കമ്പനീസിനും പ്രൊമോട്ടേഴ്സ് ഉണ്ടാവും. ആ പ്രൊമോട്ടേഴ്സിന്റെ അടുത്ത് കമ്പനിയുടെ ഷെയർസിന്റെ നല്ലൊരു ഭാഗം പ്രൊമോട്ടേഴ്സ്, കാരണം മോർ ദാൻ 50% പ്രൊമോട്ടേഴ്സിന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ആ കമ്പനി
കുറച്ചുകൂടെ ബെറ്റർ ആണത്. അതല്ല 50% താഴെയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ അല്ല എന്നല്ല, പല നല്ല കമ്പനികളിലും പ്രൊമോട്ടേഴ്സിന്റെ ഹോൾഡിംഗ് കുറവ് വരുന്നുണ്ട്, ഇല്ല എന്നല്ല. എങ്കിലും ജനറലി നമ്മൾ എപ്പോഴും പ്രൊമോട്ടേഴ്സിന്റെ കൂടുതൽ ഒരു 50-60% പ്രൊമോട്ടേഴ്സിന്റെ ഹോൾഡിംഗ് ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. പ്രൊമോട്ടേഴ്സിൽ ഇതിൽ തന്നെ കാണാൻ 60, 53, 54 അങ്ങനെ പോയിട്ട് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. 2021 മുതൽ 24 വരെ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ, ഞാനിത് ഇയറിലോട്ട് മാറ്റുന്ന സമയത്ത് നമുക്ക് നോക്കാം. അതേ സ്ഥാനത്ത് FIIs ആദ്യം 4.8, പിന്നെ 3, പിന്നെ 29. നമ്മൾ ശ്രദ്ധിക്കണം, 2022 3.5% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ FIIs, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹോൾഡിങ്സ്. അത് 2023 29%. ഇപ്പൊ 24 21 പക്ഷെ വളരെ ചെറിയ ഒരു 8% മാത്രമേ അവർ കുറച്ചിട്ടുള്ളൂ. ഇപ്പോഴും അവരെ നല്ലൊരു ഹോൾഡിംഗ് തന്നെയാണ് അവർക്കുള്ളത്. അപ്പോൾ തന്നെ നമ്മളൊരു പ്രത്യേകിച്ചും ഈ DIAസും FIIസും ഒക്കെ നല്ല അവർക്ക് അനാലിസിസിനൊക്കെ പ്രത്യേകം സ്പെഷ്യലൈസ്ഡ് ചെയ്ത് നല്ല കാപ്പബിൾ ആയിട്ടുള്ള ടീംസ് തന്നെയുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ കമ്പനീസ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പം അവരൊക്കെ ഒരു സ്റ്റോക്കിൽ അവരുടെ ഹോൾഡിംഗ് വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളതിന് അർത്ഥം ആ സ്റ്റോക്ക് നല്ല സ്റ്റോക്ക് ആയിട്ടാണ്, അല്ലെങ്കിൽ നല്ല സ്റ്റോക്ക് ആകുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ഗ്രോത്തോ അവർ മുന്നിൽ കണ്ടിട്ടോ ആയിരിക്കും അവരുടെ ഹോൾഡിങ്സ് ആ ഒരു സ്റ്റോക്കിൽ അവർ വർദ്ധിപ്പിക്കുക എന്നുള്ളത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ DIAs 1.67, 1.74, 2.63, 11. കഴിഞ്ഞ 2022 1.74% അത്, പിന്നെ അത് 2023 2.63 ആക്കി. ഇത് കഴിഞ്ഞ 2024 മാർച്ചിൽ 11% 11% ആണ്. അപ്പം അവരും നല്ല രൂപത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പബ്ലിക്കിൻ്റെതാണ് കുറച്ച് കുറഞ്ഞിരിക്കുന്നത്. പബ്ലിക്കിന് ആദ്യം 21 33%, 22 34%. പക്ഷെ 2023 7% കുറഞ്ഞു. 2024 7.26. എന്നാൽ വലിയ മാറ്റമല്ല. അപ്പം ഇത്രയുമാണ് നമ്മൾ പെട്ടെന്നുള്ള ഒരു അനാലിസിസ് ചെയ്തത്. അപ്പം ഇത്രയുമുള്ള കാര്യങ്ങളിൽ നിന്ന് ഈ ഒരു കമ്പനി നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്താണ്, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്കാണോ അല്ല എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ പഠിച്ച ആ ഒരു റേഷ്യോസിനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമുക്കൊന്ന് കമന്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ ദിസ് ഈസ് VM Rafiq സൈനിങ് ഓഫ്.